ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടത്തുന്നവർക്കെതിരായ പോരാട്ടം തുടരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പാർലമെന്റിൽ സജീവ ചർച്ചയാക്കി നിർത്താനാണ് പ്രതിപക്ഷ നീക്കം. പാർലമെന്റ് നടപടികൾക്ക് മുമ്പ് തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. പിന്നാലെ ലോക്സഭയിലും പ്രതിപക്ഷ പ്രതിഷേധം വിരമ്പി. തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. अपने अपने आसन पर जाएं, प्रश्नकाल के बाद नियमों के तहत आपको हर मुद्दे विषय पर बोलने दिया जाएगा. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതല നിർവഹിക്കുന്നില്ലെന്നും ഇത്തരം ക്രമക്കേടുകൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. Now we have concrete 100% proof of election commission allowing cheating in a seat in Karnataka, and I'm absolutely convinced that constituency after constituency this is the drama that is taking place. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച തിങ്കളാഴ്ച ആരംഭിക്കും. ഇരുസഭകളിലുമായി 25 മണിക്കൂർ നീളുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. മീഡിയ 1 ഡൽഹി.